നമസ്കാരം. സ്വരക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് അറിയാലോ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താന്ന്? ഇന്ന് വനിതാ ദിനാഘോഷമാണ്. ഇനി നമ്മുടെ കൂടെ ചേരാൻ പോകുന്നത് RJ ഗ്രീഷ്മയാണ്. RJ ഗ്രീഷ്മ ഒരു പ്രൊഫഷണൽ ആങ്കറാണ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഒരുപാട് സ്നേഹത്തോടു കൂടി ഗ്രീഷ്മയെ സ്വാഗതം ചെയ്യാം. വെൽക്കം ഗ്രീഷ്മ. താങ്ക് യു രേഷ്മ, താങ്ക് യു സോ മച്ച്. രേഷ്മയ്ക്ക് മാത്രമല്ല റേഡിയോ ശ്രീക്കും ഒരു വലിയ താങ്ക് യു, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നത്. താങ്ക് യു സോ മച്ച്. എന്താ പറയുക, ഈ ഒരു കോൺടെസ്റ്റിലേക്ക് അയച്ചതിനും അതേപോലെ തന്നെ പങ്കെടുക്കാൻ സാധിച്ചതിനും ഗ്രീഷ്മയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഒരുപാട് താങ്ക് യു. ആൻഡ് ഇന്ന് നമുക്കറിയാലോ ദ വെരി സ്പെഷ്യൽ ഡേ, വുമൻസ് ഡേ. നമ്മുടെ ദിവസമാണല്ലേ ഇന്ന്. അപ്പോ ഈ ദിവസം, ഈ വുമൻസ് ഡേയില് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന എന്തായിരിക്കും ഗ്രീഷ്മ ചെയ്യുക? എന്റെ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ ഞാൻ ശരിക്കും പാല എന്ന് പറയുന്ന ഒരു ചെറിയ നാട്ടിൽ നിന്ന് വന്ന ആളാണ് കേട്ടോ. പാലയിൽ നിന്ന് എറണാകുളത്തിലേക്ക് വന്നപ്പോഴത്തേക്കും എനിക്കെന്താ പറയാന്നറിയോ, ശരിക്കും ഒരു മീനെ എടുത്ത് വെള്ളത്തിൽ നിന്ന് പുറത്തിട്ടൊരു അവസ്ഥയായിരുന്നു. കുറച്ച് അൺകംഫർട്ടബിൾ ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ ഇത് എന്റെ ഒരു സെക്കൻഡ് ഹോമായിട്ട് മാറി. കാരണം നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസിന് പ്രായം അല്ലെങ്കിൽ സ്ഥലം ഒന്നും ഒരു ലിമിറ്റ് അല്ല എന്നെനിക്ക് മനസ്സിലാക്കി തന്ന ഒരു സ്പേസും കൂടിയാണ് എറണാകുളം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് എല്ലാ സ്ത്രീകളോടും പറയാനുള്ളത്, നിങ്ങൾക്കൊരു എയിം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ അതിന് പ്രായമോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ഒരു തടസ്സമാവാൻ പാടില്ല. ഈവൻ എന്താണ് പറയാ, നമ്മുടെ പൗലോ കൗലോ പറഞ്ഞിട്ടില്ലേ, നമ്മൾ തീവ്രമായിട്ടൊരു കാര്യം ആഗ്രഹിച്ചാൽ അത് നടത്താൻ വേണ്ടി പ്രകൃതി അല്ലെങ്കിൽ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് എന്റെ കാര്യത്തിൽ എനിക്ക് വളരെ ആപ്റ്റ് ആയിട്ട് തോന്നി. കാരണം എന്റെ ചെറുപ്പം തൊട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഡബ്ബിംഗ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു RJ ആകണം, കോമ്പയറിംഗ് ചെയ്യണം എന്നൊക്കെ. കോളേജിലൊക്കെ ചെറിയ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ആൾക്കാർ അറിയപ്പെടുന്ന തരത്തിൽ അല്ലെങ്കിൽ എന്റെ ശബ്ദത്തിൽ കൂടെ എനിക്ക് തിരിച്ചറിയപ്പെടുന്ന ഒരു അവസരമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു എയിം മുൻനിർത്തി എന്റെ ഫാമിലിയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ഞാൻ സൗണ്ട് പാർക്ക് അക്കാഡമിയിൽ ഒരു കോഴ്സ് ചെയ്തു, വോയിസ് ആക്ടിങ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും ഞാൻ പ്രൊഫഷണലി ഇപ്പോൾ ഡബ് ചെയ്യാൻ തുടങ്ങിയതും അതുപോലെ കോമ്പയറിംഗ് ചെയ്യാൻ തുടങ്ങിയതും. ഈവൻ ഇപ്പോൾ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട് RJ ആയിട്ട്. അപ്പൊ അതെല്ലാം എനിക്ക് തോന്നുന്നു എല്ലാ സ്ത്രീകളെ കൊണ്ട് സാധിക്കും. പക്ഷെ നമുക്ക് ആകെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് നല്ലൊരു ഫാമിലി സപ്പോർട്ട് വേണം. 2, നമ്മുടെ ഒരു നിശ്ചയദാർഢ്യം എന്ന് പറയില്ലേ, നമ്മളെപ്പോഴും നമ്മളെ കൊണ്ട് സാധിക്കാത്ത ഒന്നും ഇല്ലാന്ന് വിചാരിക്കുക, അതിനുവേണ്ടി ട്രൈ ചെയ്യുക. അപ്പൊ തീർച്ചയായിട്ടും നമ്മളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ നമുക്ക് പറ്റും എന്നാണ് ഇന്ന് ഈ വനിതാ ദിനത്തിൽ എനിക്ക് എല്ലാ സ്ത്രീകളോടും പറയാനുള്ളത്. ഗ്രേറ്റ് ഗ്രേറ്റ്.